നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിയമ നടപടിക്കൊരുങ്ങി ദിലീപ്. ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. പ്രത്യേക സംഘം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചു എന്നും ദിലീപ് വ്യക്തമാക്കും. ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കിയെന്നും വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ദിലീപ് ആരോപിക്കും. അതേസമയം കേസിൽ വിധിപ്പകർപ്പ് കാത്തിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. 12-ാം തീയതിയിലെ ശിക്ഷാവാദത്തിനു ശേഷമേ വിധിപ്പകർപ്പ് ലഭ്യമാകൂ. വിധി പഠിച്ച് പാളിച്ചകൾ പരിശോധിച്ച ശേഷമേ ഹൈക്കോടതിയിലേക്ക് പോകൂ. പ്രോസിക്യൂഷന്റെ ചില തെളിവുകൾ കോടതി പരിഗണിച്ചില്ല എന്ന് ആരോപണമാണ്. കേസിലെ 8-ാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. പൾസർ സുനി അടക്കം 6 പ്രതികളാണ് ജയിലിലേക്ക് പോവുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് പ്രതികൾ. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ് VP, 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റം തെളിഞ്ഞെന്ന് കോടതി പറയുന്നു. ഗൂഢാലോചന, കൂട്ടബലാത്സംഗം എല്ലാം നിലനിൽക്കുമെന്നും കോടതി വിധിയിൽ വ്യക്തമാണ്. ദിലീപ് കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. 7, 8, 9, 15 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. 7-ാം ചാർലി തോമസ്, 9-ാം പ്രതി സനിൽ, 15-ാം പ്രതി ശരത് എന്നിവരാണ് കുറ്റവിമുക്തരായത്. പ്രതികൾക്ക് സഹായം ഒരുക്കിയെന്നതായിരുന്നു 9-ാം പ്രതിക്കെതിരായ കുറ്റം. കേരളത്തെ നടുക്കിയ കേസിൽ 7.5 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് വിധി പറയുന്നത്. 2017 ഫെബ്രുവരി 17-നാണ് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ടത്.